പക്ഷേ എത്രയും സിമ്പിൾ ആണോ ലിവർപൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ടീമിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ലിവർപൂളിൻ്റെ മേന്മയായിട്ട് തന്നെ നമുക്ക് പറയാം. അതിലൊന്നാണ് ഗഗൻ പ്രസിംഗ്, രണ്ടാണ് ഹാഫ്. എല്ലാവർക്കും നമസ്കാരം. സിവിൻ ഫുട്ബോൾ ടോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് സംസാരിക്കുന്ന ലിവർപൂളിൽ ക്ലോപ്പ് നടത്തിയ ടാക്ടിക്കൽ എവല്യൂഷനെ കുറിച്ചാണ്. നമ്മൾ ലിവർപൂളിൽ ക്ലോപ്പ് ഇതിനു മുമ്പ് എന്തൊക്കെ മാറ്റങ്ങളാണ് കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള ഒരു പാർട്ട് 1 കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് രണ്ടാമത്തെ പാർട്ട് ചെയ്യുന്നത്. എന്തായാലും ആ പാർട്ട് കാണാത്തവർ മുകളിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾ നോക്കിയിട്ട് ആ പാർട്ട് 1 ആദ്യം കാണുവാൻ വേണ്ടി അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. ലിവർപൂളിൻ്റെ ഒരു ജനറൽ ആയിട്ടുള്ള ബിൽഡപ്പ് നമ്മൾ നോക്കുകയാണെങ്കിൽ സൂപ്പർ കീപ്പറായ അലിസണിൽ നിന്ന് പന്ത് ലഭിച്ച് വാണ്ടിക്ക് അവിടെ നിന്ന് വിങ് ബാക്കുകൾക്ക് സപ്ലൈ ചെയ്യും. വിങ് ബാക്ക് ആ സമയത്തേക്ക് ഓവർലാപ്പ് ചെയ്യും. അപ്പോൾ നടുക്കിരിക്കുന്ന DM ആയിട്ട് നിൽക്കുന്ന വിഡ്രോ ചെയ്യുകയും അതുകൂടാതെ സെൻറ്റർ ബാക്കിൽ നിന്ന് വൈഡൻ ചെയ്യുകയും അതേസമയം സ്ട്രൈക്കേഴ്സ് നമ്പർ ഇന്നർ ഫോർവേഡ്സ് ആയിട്ട് വരികയും ഫെർമിനിയോ ഫാൾസ് 9 ആയിട്ട് പൊസിഷനിൽ വരികയും അതിൽ നിന്ന് ഇവർക്ക് 2 വിങ് ബാക്കുകൾ സെൻട്രൽ മിഡ്ഫീൽഡേഴ്സിന് 2 പേരും സപ്പോർട്ടോടെ വിങ് ബാക്കുകൾ ക്രോസ് കൊടുക്കുകയും അവിടുന്ന് ഒരു ഗോൾ നേടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ജനറൽ ബിൽഡപ്പിൽ അവർ ചെയ്യുന്ന ഒരു കാര്യം. പക്ഷേ എത്രയും സിമ്പിൾ ആണോ ലിവർപൂൾ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല എന്ന് തന്നെയാണ് ഉത്തരം. കാരണം എന്താണെന്ന് പറഞ്ഞാൽ മറ്റുള്ള ടീമിൽ നിന്ന് ഏറ്റവും പ്രധാനമായിട്ട് വ്യത്യസ്തമായിട്ട് ചില കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ലിവർപൂളിൻ്റെ മേന്മയായിട്ട് തന്നെ നമുക്ക് പറയാം. അതിലൊന്നാണ് ഗഗൻ പ്രസിംഗ്, രണ്ടാണ് ഹാഫ് പേസ് അറ്റാക്ക്, 3 ഫാൾസ് 9 യൂട്ടിലൈസേഷൻ. ഇപ്പം ഈ 3 കാര്യങ്ങൾ നമ്മൾ ആദ്യം ഏറ്റവും എടുത്ത് പറയുന്നത് ഗഗൻ പ്രസിംഗ് ആണ്. തുടക്കത്തിൽ നമ്മൾ അതിനെക്കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഈ ഒരു പോയിന്റ് ആണ് മറ്റുള്ളവരിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് ലിവർപൂളിനെ നിർത്തുന്നതെന്നാണ് ഞാൻ കരുതുന്നത്. അപ്പം നമ്മൾക്ക് നേരെ ഗഗൻ പ്രസിംഗിലെ കാര്യങ്ങളിലേക്ക് കടക്കാം. ഗഗൻ പ്രസിംഗ് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം പ്രസിംഗ് എന്താണെന്ന് മനസ്സിലാക്കാം. പ്രസിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുട്ടിംഗ് പ്രഷർ ഓൺ ഒപ്പോണന്റ് ടു വിൻ ബോൾ ബാക്ക്. അതായത് നമുക്ക് പൊസഷൻ വീണ്ടെടുക്കുക എന്നുള്ളതാണ് എപ്പോഴും. പൊസഷൻ നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം പൊസഷൻ എന്ന് പറഞ്ഞാൽ ബോൾ കൈക്കൽ വയ്ക്കുക. അപ്പം ഒപ്പണൻ്റെ കയ്യിൽ പന്ത് എത്തിക്കഴിഞ്ഞാൽ തിരിച്ച് അത് എങ്ങനെ കൈക്കലാക്കുക എന്നുള്ള ഒരു മീഡിയം അതിന് ഉപാധിയായിട്ട് കണ്ടെത്തിയ ഒന്നാണ് പ്രസിംഗ്. അപ്പോൾ ഈ പ്രസിങ്ങിനകത്ത് പ്രധാനമായിട്ട് നമ്മൾ എന്താ ചെയ്യുന്നത്, ഒപ്പണൻ്റ് ആണെങ്കിൽ ഒരു പന്ത് ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം അവർക്ക് ആക്ഷനായിട്ട് അവർ ചെയ്യുന്ന 2 കാര്യങ്ങളായിരിക്കും. ഒന്ന്, അവർക്കൊരു ഡിസിഷൻ ടേക്ക് ചെയ്യുക. 2 പറഞ്ഞാൽ ആ ഡിസിഷൻ എടുക്കുക. അതായത് ആർക്ക് പാസ് കൊടുക്കുക എന്നുള്ളൊരു ഡിസിഷൻ എടുക്കുക അവിടെ നിന്നുകൊണ്ട്. അതുകൂടാതെ തന്നെ ആ പാസ് കൊടുത്ത് അത് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഇത് 2ഉം എടുക്കുന്നതിന് മുമ്പ് തന്നെ അവർക്കൊരു പ്രഷർ ചെലുത്തി അവരുടെ ഡിസിഷൻസ് റോങ് ആക്കുക എന്നുള്ള ലക്ഷ്യമാണ് പ്രസിംഗിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ടുള്ള മെയിൻ ഡിസഡ്വാൻറ്റേജും ത്രെട്ടും എന്താണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും. നമ്മൾ പ്രഷർ കൊടുക്കാൻ വേണ്ടി നമ്മുടെ പ്ലേയേഴ്സ് മുന്നോട്ട് പോകുമ്പോൾ അവർ ഔട്ട് ഓഫ് പൊസിഷനിലാകാം. അതുകൊണ്ട് തന്നെ ആ ഒരു പ്രസിംഗ് വിജയിച്ചില്ലെങ്കിൽ തീർച്ചയായിട്ടും അതൊരു കൗണ്ടർ അറ്റാക്കിങ്ങിലോട്ട് പോകാം. ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലോട്ട് പ്രസിംഗ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗോളാകാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം നമ്മുടെ ഫോർമേഷൻ, നമ്മുടെ പ്ലേയേഴ്സ് പല പൊസിഷനിലായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുകയാണ്. അതിനാൽ തന്നെ ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിനെ കൗണ്ടർ ചെയ്യാൻ വേണ്ടിയാണ് ഗഗൻ പ്രസിംഗ് എന്നുള്ള കൺസെപ്റ്റ് കൊണ്ടുവന്നത് തന്നെ. ഈ കൺസെപ്റ്റ് പണ്ട് തൊട്ടേ ഉള്ള ഫുട്ബോളിലുള്ളതാണ്. അതിനൊരു കറക്റ്റ് അതിൻ്റെ എന്താ പറയുന്നത്, അതിൻ്റെ ഒരു പൂർണ്ണ യൂട്ടിലൈസേഷനിൽ ഉപയോഗിക്കുന്ന 2 പേരാണ് ഇപ്പോൾ പെപ് ഗാർഡിയോളയും അതേപോലെ തന്നെ ക്ലോപ്പും. അപ്പോൾ ഈ ക്ലോപ്പിൻ്റെ ഗഗൻ പ്രസിംഗിനെ കുറിച്ച് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ക്വിക്ക്ലി പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് നമുക്കൊരു പന്ത് നഷ്ടപ്പെടുമ്പോൾ അത്രയും പെട്ടെന്ന് തന്നെ ആ ബോൾ തിരിച്ച് എടുക്കാൻ വേണ്ടിയുള്ള ഒരു ക്വിക്ക് പ്രസിംഗ് ആണ്, ഒരു ക്വിക്ക് കൗണ്ടർ പ്രസിംഗ് ആണ് ഗഗൻ പ്രസിംഗിനകത്ത് ചെയ്യുന്നത്. ഇതിൻ്റെ മെയിനിലുള്ള ഒരു ഐഡിയോളജി എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പന്ത് ലഭിക്കുമ്പോൾ, അതായത് ഒരു ഒപ്പണന് പന്ത് ലഭിക്കുമ്പോൾ അവരുടെ പൊസിഷൻ നോക്കുകയാണെങ്കിൽ കുറച്ച് ഡിസോർഗനൈസ്ഡ് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം പന്ത് ലഭിച്ചതേ ഉള്ളതെന്ന് അവർ പന്ത് ലഭിക്കാൻ വേണ്ടി പല രീതിയിലുള്ള പ്രസിംഗും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒപ്പണൻ്റെ കൈ കിട്ടുമ്പോൾ അവരൊരു ഡിസോർഗനൈസ്ഡ് ആയിട്ട് നിൽക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഡിസോർഗനൈസ്ഡായിട്ട് നിൽക്കുന്ന സമയത്ത് നമുക്ക് ഒരു ഡിഫൻസിൽ നിന്ന് അറ്റാക്കിലോട്ടാണ് അവർ ശ്രമിക്കുന്നത്. അപ്പോൾ ആ ശ്രമിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മൾ അവരുടെ ബോൾ കൈക്കലാക്കി കഴിഞ്ഞാൽ അവർ പെട്ടെന്ന് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലാകുന്ന നൊടിയിടയിൽ നമുക്ക് ഒരു അറ്റാക്കിങ്ങിലോട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ ഉപയോഗം. ഇനി ക്ലോപ്പ് ഈ ഗഗൻ പ്രസിംഗ് ലിവർപൂളിലല്ല നടപ്പിലാക്കിയത്. അദ്ദേഹം നേരത്തെ കളിച്ച ക്ലബ്ബിലായ ഡോട്ട്മൻഡിലാണ് ഗഗൻ പ്രസിംഗ് അദ്ദേഹം
ആദ്യമായിട്ട് നടപ്പിലാക്കിയത്. ഡോട്ട്മണ്ടിൽ അദ്ദേഹം ബേൺ മ്യൂണിക്കിനെതിരെയുള്ള ഒരു മത്സരത്തിൽ ആ നടപ്പിലാക്കിയതിൻ്റെ ഒരു പിക്ചറാണ് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതിനകത്ത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമ്പാക്ട് നാരോ ഷേപ്പാണ് ഡോട്ട്മണ്ടിൽ ക്ലോപ്പ് പരീക്ഷിച്ചിരുന്നത്. അതായത് ലെഫ്റ്റ് സൈഡിലായിട്ടാണ് എല്ലാം കൂടി നിൽക്കുന്നതായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാവും. ഇതിൻ്റെ മെയിൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവർ വൺ സൈഡ് അറ്റാക്കാണ് മെയിൻലി ചെയ്തുകൊണ്ടിരുന്നത്, അതായത് സൈഡ് ലൈനിൽ കൂടെയുള്ള അറ്റാക്ക്. അതുകൊണ്ടുള്ള ഉപകാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡ് ലൈനായിട്ട് ചെയ്യുമ്പോൾ കൂടുതൽ പ്ലേയേഴ്സ് ഒരേ സൈഡിലേക്ക് നിൽക്കുമ്പോൾ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ഗഗൻ പ്രസ്സിങ് നമുക്ക് അവിടെ പോസിബിൾ ആണ്. അതുകൊണ്ട് എന്താണ് ഒപ്പണൻ്റ് ഈ പന്ത് കിട്ടുമ്പോൾ നമ്മൾ പ്ലേയേഴ്സ് മാത്രമല്ല പ്രസ്സിങ് ഒരു പ്രഷർ കൊടുക്കുന്നത്, സൈഡ് ലൈനിൽ നിൽക്കുന്നതുകൊണ്ട് അവർക്കൊരു അഡീഷണൽ പ്രഷറും കൂടിയാണ് ഉണ്ടാകുന്നത്. ഈ കളിയിൽ അതായത് ബേൺ മ്യൂണിക്കിനെതിരെ കപ്പ് ഫൈനലിൽ അവർക്ക് 5-2 ജയിക്കാൻ കാര്യം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രസ്സിംഗ് ആണ്. ആ ഒരു പ്രസ്സിങ്ങിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് ശരിക്കും ലിവർപൂളിൽ ക്ലോപ്പ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലിവർപൂൾ കളിക്കുന്ന പ്രീമിയർ ലീഗ് ഡിവിഷനിലാണ് എല്ലാ ടീമും എപ്പോഴും കൗണ്ടർ അറ്റാക്കിങ്ങിന് ശ്രമിച്ചോ അല്ലെങ്കിൽ ഒരു പെട്ടെന്നൊരു അറ്റാക്കിന് ശ്രമിച്ച് ഗോൾ നേടാൻ അവർ ശ്രമിക്കാറില്ല. ഇവർക്ക് കമ്പാരിറ്റീവ്ലി ഒരു ഡ്രോ കിട്ടിയാലും അവർ ഹാപ്പിയാണ്. അങ്ങനെ നോക്കുമ്പോൾ ഒരു പന്ത് തിരിച്ച് കിട്ടിക്കഴിഞ്ഞാൽ അവർ തിരിച്ചൊരു അറ്റാക്കിങ്ങിലോട് കൺവേർട്ട് ചെയ്യാതെ പതുക്കെ സമയമെടുത്ത് ഡിഫൻസിനെ അവരുടെ മറ്റുള്ള ഡിഫൻസിനെ ഒക്കെ പന്ത് പാസ് ചെയ്ത് ഒരു പ്രഷർ ഇല്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ശ്രമം നടത്തും. അതുകൊണ്ട് എന്താണ് പെട്ടെന്നൊരു കൗണ്ടർ അറ്റാക്കിങ് വെച്ച് നമുക്കൊരു ഗോള് ലിവർപൂളിൽ നേടാൻ സാധിക്കത്തില്ല. പക്ഷേ സ്റ്റിൽ ഗഗൻ പ്രസ്സിങ് യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടി? ഒരു കൗണ്ടർ അറ്റാക്കിങ് അഥവാ അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായി കഴിഞ്ഞാൽ അത് നിർത്താനും അതേപോലെ തന്നെ പൊസിഷൻ കീപ്പ് ചെയ്യാനും ആണ് ശ്രമിക്കുന്നത്. അപ്പോൾ പൊസിഷൻ കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നതുകൊണ്ട് തന്നെ പന്ത് അഥവാ ഗഗൻ പ്രസ്സിങ് മൂലം ഇവർക്ക് ലഭിക്കുമ്പോൾ അവരെന്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ആ പാസ് ഹൊറിസോണ്ടലിയോ അല്ലെങ്കിൽ ബാക്ക്വേർഡായിട്ടോ പാസ് ചെയ്യാൻ ശ്രമിക്കും, ചിലപ്പോൾ മുന്നോട്ട് പാസ് ചെയ്യാൻ ശ്രമിക്കത്തില്ല. അതായത് പെനിട്രേഷൻ പോസിബിൾ അല്ലാത്തതുകൊണ്ട് മാത്രം. അങ്ങനെ ആവുമ്പോൾ അവർക്ക് എന്ത് പറ്റും? കുറച്ചുകൂടെ നല്ല രീതിയിൽ അവർക്ക് കൗണ്ടർ അറ്റാക്കിംഗ് ഒക്കെ സ്റ്റോപ്പ് ചെയ്യുന്നതുകൊണ്ട് മാക്സിമം ഗോളുകൾ കുറഞ്ഞ് വാങ്ങിക്കാൻ പറ്റും. അതിൻ്റെ റിസൾട്ടായിട്ടാണ് 21 ഗോളുകൾ മാത്രമാണ് കഴിഞ്ഞ സീസണിൽ അവർ കൺസീഡ് ചെയ്തതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ തീർച്ചയായിട്ടും ഇവരുടെ ഡിഫെൻസീവായിട്ടുള്ള ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീം മൊത്തമായിട്ട് ചെയ്യുന്ന ഒരു ഗഗൻ പ്രസ്സിംഗ് ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി നമ്മൾ ലിവർപൂളിൻ്റെ ഒരു ടാക്റ്റിക്കൽ ബിൽഡപ്പ് നമ്മൾ ഓരോ പ്ലേയേഴ്സിനെ വെച്ച് പറയുകയാണ്. ഇവരുടെ നിങ്ങൾക്കറിയാം ലിവർപൂൾ നടത്തുന്ന പറഞ്ഞ ഒരു 4-3-3 ഫോർമേഷനാണ്. അപ്പോൾ ഈ 4-3-3 ഫോർമേഷനിൽ ഏറ്റവും കൂടുതൽ പേര് കളിച്ച ഒരു ടിപ്പിക്കൽ സ്റ്റാർട്ടിംഗ് 11 വെച്ചിട്ടാണ് നമ്മൾ, അതായത് ഈ പൊസിഷനിലൊക്കെ ഏറ്റവും കൂടുതൽ കളിച്ച പ്ലേയേഴ്സാണ്. ആ പ്ലേയേഴ്സിനെ വെച്ചാണ് നമ്മൾ ഈ ഒരു സിസ്റ്റം നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഇതിൽ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് ഗോൾ കീപ്പർ അലിസന്റെ കാര്യമാണ്. ഈ അലിസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം ഒരു സീപ്പർ കീപ്പറാണ്. സീപ്പർ കീപ്പർ എന്ന് പറയുമ്പോൾ ഒരു ഹൈ ഡിഫൻസ് ലൈൻ കളിക്കുമ്പോൾ ആ ഒരു ഗോൾ കീപ്പർ ഏതെങ്കിലും ഒരു ആപത്ത് ഘട്ടത്തിൽ ഇറങ്ങി വന്നിട്ട് ആ പന്ത് കളക്ട് ചെയ്യുകയും അതുകൂടാതെ തന്നെ അത് നല്ല രീതിയിൽ ഡിസ്ട്രിബ്യൂഷൻ ചെയ്യാനും കഴിവുള്ള ഒരു കീപ്പറാണ് ഇദ്ദേഹം. ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഒരു ഷോർട്ട് പാസ്സായിട്ട് സെൻറ്റർ ബാക്സിന് കൊടുക്കും, അല്ലെങ്കിൽ ഒരു മീഡിയം പാസ്സായിട്ട് ചിലപ്പോൾ DM കൊടുക്കും. അതേപോലെ തന്നെ ലോങ് പാസ്, അതായത് അവരുടെ വിങ്ങേഴ്സിനോ അല്ലെങ്കിൽ വിങ് ബാക്കിനോ നേരിട്ട് ഒരു വലിയൊരു ലോങ് പാസ് പോലും കൊടുക്കാനും അതേപോലെ തന്നെ നല്ല രീതിയിൽ ത്രോ കൊടുക്കാനും ഒക്കെ ഇദ്ദേഹത്തിന് കഴിവുള്ള ഒരു താരമാണ്. ഈ പ്ലെയർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ അറ്റാക്കിംഗ് ഇൻപുട്ടിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്ലെയറാണ്. ഡിഫൻസ് മാത്രമല്ല ഇദ്ദേഹം ചെയ്യുന്നത്. ഞാൻ അതിനൊരു എക്സാമ്പിൾ പറയാം. ഇദ്ദേഹം വളരെ ട്രിക്കിയാണ്. മാറ്റിപ്പിന് ഒരു പാസ് കൊടുക്കുന്നതായിട്ട് ഒരു ബോഡി ലാംഗ്വേജ് കാണിച്ചതുകൊണ്ട് തന്നെ ടോട്ടൻഹാമിലെ പ്ലേയേഴ്സ് അത് കാരണം മാറ്റപ്പിൻ്റെ അടുത്തോട്ട് അട്രാക്ട് ചെയ്യാൻ വേണ്ടി 2 പ്ലേയേഴ്സ് അങ്ങോട്ട് പോയി. പക്ഷേ ശരിക്കും അദ്ദേഹം ലെഫ്റ്റ് ഫ്ലാങ്കിൽ ഇരിക്കുന്ന അർണോൾഡിനാണ് പാസ് കൊടുത്തത്. അത് കാരണം എന്താണ്, അർണോൾഡിന് ഫ്രണ്ടിൽ നല്ലൊരു സ്പേസ് കിട്ടുന്നുണ്ട്. അർണോൾഡിന് അതൊരു അറ്റാക്കിംഗ് ഓപ്ഷനായിട്ട് ചൂസ് ചെയ്യാൻ പറ്റും. അതാണ് ശരിക്കും അലിസൺ ചെയ്യുന്നത്. അതായത് എപ്പോഴും അവരുടെ ടീമിന് വേണ്ടി ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൊടുക്കാനുള്ള ഒരു തരത്തിലുള്ള കഴിവുണ്ട് അദ്ദേഹത്തിന്. ഇനി അദ്ദേഹത്തിൻ്റെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കുകയാണെങ്കിൽ പ്രീമിയർ ലീഗിൽ തന്നെ ഏറ്റവും കൂടുതൽ പാസ്, അതായത് ലോങ് പാസ് ഏറ്റവും കൂടുതൽ കൊടുക്കുന്ന ഒരു ഗോൾ കീപ്പറാണ്. 84 ലോങ് പാസും അതേപോലെ ഷോർട്ട് പാസ് നോക്കുകയാണെങ്കിൽ 129 ഷോർട്ട് പാസുമാണ് കഴിഞ്ഞ 2018-2019 സീസണിൽ അലിസൺ കോൺട്രിബ്യൂട്ട് ചെയ്തത്. അതുകൂടാതെ തന്നെ 2018-19 സീസൺ നമ്മൾ നോക്കുകയാണെങ്കിൽ 1062 പാസസ് ആണ് അദ്ദേഹം കൊടുത്തത്. അതിൽ 97.9% പാസ് ആക്യുറസിയാണ് അലിസൺ ഉള്ളത്. അത് തന്നെയാണ് ഒരു മോഡേൺ ഫുട്ബോളിലെ ഏറ്റവും, അതായത് ഒരു ഇമ്പോർട്ടൻറ്റ് റോൾ തന്നെയാണ് അദ്ദേഹം കൈവരിക്കുന്നതെന്ന് നമുക്ക് ഊഹിക്കാം. പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ അലിസൺ എപ്പോഴും ഒരു
പൊസഷൻ ബിൽഡ് ചെയ്യുമ്പോൾ, അതായത് സ്റ്റാർട്ടിങ് പൊസഷൻ ബിൽഡ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ഡീപ്പിൽ ഇറങ്ങി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഈ ഡീപ്പിൽ നിന്നുകൊണ്ടുള്ള മറ്റൊരു ഉപകാരം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 CBSന് കിട്ടുന്ന രീതിയിലായിരിക്കും അവരൊരു ആംഗിൾ കൊടുക്കുന്നത്. സെൻട്രൽ ബാക്കുകൾ അങ്ങനെ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഫോർവേഡ്സ് ഒക്കെ സെൻട്രൽ ബാക്കിനോട്ട് പ്രസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. പക്ഷേ അതേ സമയത്ത് ഫുൾ ബാക്കിന് വിങ്ങറിനും പാസ് കൊടുത്തുകൊണ്ട് അലിസൺ അവിടെ വിജയിക്കുകയും അങ്ങനെ അലിസൺ കാരണം ഇവർക്കൊരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നതാണ്. സെൻട്രൽ ബാക്കിൻ്റെ ഇങ്ങനത്തെ ഒരു പൊസിഷനിങ്ങും അതേപോലെ തന്നെ അലിസണിൻ്റെ ഒരു പൊസിഷനിങ്ങും കാരണം ഒപ്പണന്റ് ടീമിന് അവരെ പ്രഷർ ചെയ്യാതെ ഇരിക്കാനും പറ്റത്തില്ല, കാരണം പ്രസ് ചെയ്യാതെ ഇരിക്കാനും പറ്റത്തില്ല. പക്ഷേ അവിടെ നിന്നുകൊണ്ട് മൾട്ടിപ്പിൾ രീതിയിലുള്ള പാസിംഗ് ഓപ്ഷൻ കാരണം അലിസൺ എപ്പോഴും ടീമിനെ നല്ല രീതിയിൽ ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്യുകയും ഇരിക്കുന്നുണ്ട്. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടീമിന് വളരെ വലിയൊരു അഡ്വാൻറ്റേജ് ആണ് ഇവർക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഇനി നമ്മൾ സംസാരിക്കുന്ന 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സെൻട്രൽ ബാക്കിൻ്റെ കാര്യമാണ്. സെൻട്രൽ ബാക്ക് പെയർ നിങ്ങൾക്കറിയാം, ഏറ്റവും ഫേമസ് സെൻട്രൽ ബാക്ക് പെയറാണ് വിർജിൽ വാൻ ഡിക്കും അതുപോലെ തന്നെ ജോയൽ മാറ്റിപ്പും. ജോയൽ മാറ്റിപ്പ് ശരിക്കും പറഞ്ഞാൽ നേരത്തെ കുറച്ച് മുമ്പ് മറ്റൊരു സെൻട്രൽ ബാക്ക് ആയിരുന്നു പെയർ. പക്ഷേ മാറ്റിപ്പ് ഹൈറ്റ് അഡ്വാൻറ്റേജിലാണ് കൂടുതലും ഇദ്ദേഹത്തിനെ നമ്മൾ ഉൾപ്പെടുത്തുന്നത്. ഇവർക്ക് 2 പേർക്കുള്ള പ്രധാന ഒരു ക്യാരക്ടറിസ്റ്റിക് അല്ലെങ്കിൽ പ്രധാനമായിട്ട് ഇവർക്ക് കോമൺ ആയിട്ടുള്ളത് ഹൈറ്റും അതുപോലെ തന്നെ റിക്കവറി പേസുമാണ്. അതായത് ഒരു ഹൈ ഡിഫൻസ് ലൈൻ കളിക്കുമ്പോൾ തിരിച്ചു വരിക ഉള്ള ഒരു സ്പേസ് ഇവർക്ക് 2 പേർക്കും ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ അതുകൂടാതെ തന്നെ ഇവർ 2 ഏരിയൽ ത്രെറ്റാണ്. ഏരിയൽ ത്രെറ്റ് ആകുന്നതുകൊണ്ടുള്ള ഉപകാരം എന്താണ്? സെറ്റ് പീസിൽ ഇവർക്ക് ഗോൾ കണ്ടെത്താൻ സാധിക്കും, പ്രത്യേകിച്ച് കോർണറിലെല്ലാം. ലിവർപൂളൊക്കെ കോർണറിലൊക്കെ വളരെയധികം നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുന്നത് ഇവരെ പോലെ ഹൈറ്റുള്ള 2 സെൻറ്റർ ബാക്കുകൾ നിൽക്കുന്നതുകൊണ്ട് തന്നെയാണ്. പിന്നെ ഇത് കൂടാതെ തന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിങ് ബാക്കുകൾ കയറി പോകുമ്പോൾ ഇവർ 2 കുറച്ചുകൂടെ ഡീപ്പായിട്ട്, അതായത് വൈഡായിട്ട് നിൽക്കും, വൈഡായിട്ട് സ്പ്രെഡ് ചെയ്യുകയും ഫെബിഞ്ഞോ ആണെങ്കിൽ ഇച്ചിരി നടുക്കായിട്ട് വന്ന് ജോയിൻ ചെയ്യുകയും ചെയ്യും. ഇത് ഇവർക്ക് ഒരു കൗണ്ടർ അറ്റാക്കിങ്ങിലൊക്കെ വളരെ നല്ല രീതിയിൽ ഇത് യൂട്ടിലൈസ് ചെയ്യാൻ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ വാൻഡിക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടി മുന്നോട്ട് കയറി വന്നിട്ട് ഡയറക്റ്റ്, അതായത് ഫൈനൽ തേർഡിലേക്ക് പാസ് കൊടുക്കുന്ന തരത്തിലുള്ള സെൻട്രൽ ബാക്ക് പ്ലെയറാണ്. ഇതിനുള്ള ഒരു എക്സാമ്പിളാണ് ടോട്ടൻഹാമിൻ്റെ ഗെയിമിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അദ്ദേഹത്തിൻ്റെ ഡയറക്റ്റ് ആയിട്ടുള്ള കോൺട്രിബ്യൂഷൻ അവർക്ക് അറ്റാക്കിൽ കൊടുത്തത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ മാറ്റിപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫൈനൽ ഡിഫൻസാണ് ആലിസണ് മുമ്പുള്ളത്. അപ്പോൾ വാൻഡിക്കും കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ മാറ്റിപ്പാണ് ആ ഒരു പ്ലെയറിനെ തടുക്കേണ്ട ജോലി. വാൻഡിക്കിൽ നിന്ന് തന്നെ പാസ് ചെയ്ത് വരാൻ പ്രയാസമാണ്. ഇനി അതുകൊണ്ടെങ്കിൽ മാറ്റിപ്പ് അവിടെ നിൽപ്പുണ്ടാകും. എപ്പോഴും അദ്ദേഹമാണ് ഇച്ചിരി ഹാർഡ് ടാക്കിളൊക്കെ ചെയ്യാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഇവർ 2 പേരുടെ കോംബോ, ഒരാൾ അറ്റാക്കിങ്ങിൽ കൂടുതൽ അറ്റാക്കിങ് ഡിഫൻസിലും കോൺട്രിബ്യൂട്ട് ചെയ്യും, മറ്റേ ആൾ കൂടുതലും ഡിഫൻസീവായിട്ട് കോൺട്രിബ്യൂട്ടാണ് കൊടുക്കുന്നത്. പക്ഷേ ഇവർ 2 പേരും കൂടി ചേർന്ന് നിന്നാൽ വളരെ നല്ലൊരു മാസ് കോംബോ തന്നെയാണ്. ഇനി നമ്മൾ അടുത്തൊരു പ്ലെയറിനെ കുറിച്ച് പറയുന്നത് ഫബിഞ്ഞോ ആണ്. ശരിക്കും ഫബിഞ്ഞോ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പ്ലെയറാണ്. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അജിലിറ്റി, അതായത് ഏറ്റവും നല്ല രീതിയിൽ മൂവ്സ് ക്വിക്കലി നടത്താൻ പറ്റുന്ന ഒരു താരമാണ്. അതേപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകതയാണ് കോൺസെൻട്രേഷൻ. ഏത് രീതിയിലുള്ള നല്ല മൂവ്സുകൾ റീഡ് ചെയ്യാനും ടീമിൻ്റെ ഇപ്പോഴത്തെ ഗെയിം റീഡ് ചെയ്യാനും പറ്റിയ ഒരു താരമാണ്. അതുകൂടാതെ ഡിസിഷൻ മേക്കിംഗ് ആണ് ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. കളിക്ക് അനുയോജ്യമായിട്ടുള്ള ഒരു പാസും ലോങ് പാസോ ഷോർട്ട് പാസോ അതിനനുസരിച്ചുള്ള പ്രസ്സിങ്ങും ഒക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു താരമാണ്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ ഒരു കോൺസെൻട്രേഷനാണ്. ആ സറൗണ്ടിങ്സ് മനസ്സിലാക്കി അതിനനുസരിച്ച് ബോൾ റിസീവ് ചെയ്യുകയും അതിനനുസരിച്ച് ആക്ഷൻസ് എടുക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ലിവർപൂൾ 3-1 അർസണലിനെതിരെ നേടിയ വിജയത്തിൽ അദ്ദേഹത്തിൻ്റെ 2ാമത്തെ ഗോളിലുള്ള കോൺട്രിബ്യൂഷൻ വളരെ ക്രിട്ടിക്കലാണ്. നിങ്ങൾക്ക് കാണാൻ സാധിക്കും അർണാൾഡിൻ്റെ പന്ത് ലഭിച്ചപ്പോൾ ആ ഒരു ക്വിക്ക് പാസിൽ സാലയ്ക്ക് കൊടുക്കുകയും സാല അവിടെ നിന്ന് ഒരു ഷൂട്ടിലേക്ക് കൊടുക്കാൻ ശ്രമിക്കുന്നത്. അതായത് സാലയ്ക്ക് തീർച്ചയായിട്ടും ഡ്യൂട്ടീസ് ഉണ്ട് അവിടെ, പക്ഷേ എങ്കിൽ കൂടിയും സാല അതൊരു പെനാൾട്ടി കിക്കിലായിട്ട് അവർക്ക് ലഭിക്കുക, അവിടുന്ന് ഒരു ഗോൾ ലഭിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇവിടെ ഒരു ക്വിക്ക് ആക്ഷൻ ഉണ്ട് ആ സാലയ്ക്ക് കൊടുക്കാൻ വേണ്ടിയുള്ള. അത് നേരത്തെ ആ ഒരു ഗെയിം മനസ്സിലാക്കി, അതായത് ഡേവിഡ് ലൂയിസ് ഔട്ട് ഓഫ് പൊസിഷനിലാണെന്ന് മനസ്സിലാക്കി സാലയ്ക്ക് ആണെങ്കിൽ ക്വിക്കായിട്ട് കൊടുക്കുന്ന ആ ഒരു പാസ്സാണ് ഫിബിഞ്ഞോയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അത് തന്നെയാണ് അത്രയും ഗെയിം മൈൻഡ് റീഡ് ചെയ്യാനുള്ള ഒരു താരമാണ് ശരിക്കും പറയാം ഫിബിഞ്ഞോ. ഒരേപോലെ തന്നെ ഡിഫൻസിലും അതേപോലെ തന്നെ അറ്റാക്കിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു താരമാണ് അദ്ദേഹം. ഇനി
ഇനിയുള്ള രണ്ട് പ്ലേയേഴ്സാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ സെൻട്രലിലുള്ള രണ്ട് എൻജിൻസ് എന്ന് നമുക്ക് പറയാം. വിഞ്ഞാൾഡോവും അതേപോലെ തന്നെ ഹെൻഡേഴ്സണും. ഈ വിഞ്ഞാൾഡോവും ഹെൻഡേഴ്സണിൻ്റെയും തമ്മിലുള്ള ഒരു മെയിൻ കോമ്പിനേഷൻ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിത്തൗട്ട് ദ ബോൾ, അതായത് പൊസഷൻ ഇല്ലാത്തപ്പോൾ പോലും അവർക്ക് പ്രസ് ചെയ്യാനുള്ള നടുക്കൾ സെൻട്രൽ മിഡ്ഫീൽഡിൽ പ്രസ് ചെയ്ത് പ്രഷർ സൃഷ്ടിക്കുന്ന രണ്ട് പേരാണ് ഇവർ. ഇനി ഇതിൽ ഹെൻഡേഴ്സൺ കുറച്ചുകൂടെ മുന്നിലോട്ട് പോയിട്ട് ഫോർവേഡ് കോൺട്രിബ്യൂഷൻ കൊടുക്കുമെങ്കിലും വിഞ്ഞാൾഡോ കുറച്ചുകൂടെ മിഡ്ഫീൽഡിൽ നിന്നാണ് കൈകാര്യം ചെയ്യുന്നത്. ഇനി അതുകൂടാതെ തന്നെ ഒരു പൊസിഷൻ ലഭിക്കുന്ന സമയത്ത് ഇവർ പാസസ് കൊടുക്കും. വളരെ ഷോർട്ട് ആൻഡ് സേഫായിട്ടുള്ള പാസസ് ആയിരിക്കും ഇവർ കൊടുക്കുന്നത്. അതേസമയം ഏതെങ്കിലും രീതിയിലുള്ള സ്പേസസ് ഇവർ കാണുകയാണെങ്കിൽ ഒപ്പണൻ്റ് അവിടെ കാണുകയാണെങ്കിൽ അത് എക്സ്പ്ലോയിറ്റ് ചെയ്യുന്ന കാര്യത്തിൽ ഇവർക്കൊരു മടിയുമില്ല. അതേപോലെ അത്രയും ഷാർപ്പാണ് ഇവരുടെ മൈൻഡ്. അതുകൂടാതെ തന്നെ ഈ ഒരു ഫാൾസ് 9 പൊസിഷനിൽ കളിക്കുന്ന ഫെർമിങ്ങയ്ക്ക് ഏറ്റവും വലിയ സപ്പോർട്ട് ഇവർ രണ്ടുപേരുമാണ്. കാരണം സെൻട്രൽ ബാക്കിനെ അട്രാക്റ്റ് ചെയ്യുകയും ആ സെൻട്രൽ ബാക്കിന് തന്നെ ഇവർ രണ്ടുപേരും കൊടുക്കുന്ന പ്രഷറുമാണ് ശരിക്കും ഫെർമിങ്ങയ്ക്ക് ഏറ്റവും വലിയൊരു ഉപകാരം ആയിട്ട് കൊടുക്കുന്നതെന്നുള്ളതാണ്. ഇനി അത് കൂടാതെ തന്നെ ഈ ഫെർമിഞ്ഞോയ്ക്ക് കൊടുക്കുന്ന ഒരു സപ്പോർട്ട് പോലെ തന്നെ ഇവർ രണ്ട് സൈഡിലായിട്ട് ഒരു 3/2 ഉള്ള ഒരു സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അതായത് നിങ്ങളിപ്പോൾ റൈറ്റ് വിങ്ങിൽ നോക്കുവാണെങ്കിൽ അർണോൾഡും സാലയും ഹെൻഡേഴ്സണും കൂടി ചേർന്ന് നിന്നിട്ട് ഒരു റൈറ്റ് സൈഡിലായിട്ട് ഇവർക്ക് ഒരു അറ്റാക്കിംഗ് ബിൽഡപ്പ് നടത്താൻ ഇവർക്ക് സഹായിക്കും. അതേപോലെ ലെഫ്റ്റിലാണെങ്കിലും ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് ചേർന്നാണ് റൈറ്റിലും ലെഫ്റ്റിലും ഒരു 3/2 ബിൽഡപ്പ് നടത്താൻ ഇവരെ സഹായിക്കാറുണ്ട്. ഇത് ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് പ്രസ്സിങ്ങിൽ ഇവർക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇനി ഇതിനൊരു എക്സാമ്പിളായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ശരിക്കും ബൺലിക്കെതിരെ ഇവർ കയറിയ ഒരു ഓപ്പൺ ഗോൾ നമുക്ക് നോക്കാം. അതിനകത്ത് ശരിക്കും അലക്സാണ്ടറിന് ബോൾ കിട്ടിയപ്പോൾ ഹെൻഡേഴ്സൺ ഒരു ഡയഗണൽ റണ്ണ് നടത്തുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത് കാരണം രണ്ട് ബൺലി പ്ലേയേഴ്സിനെ അട്രാക്റ്റ് ചെയ്യും. അവർ ഹെൻഡേഴ്സനെ ഫോക്കസ് ചെയ്യുന്ന സമയം കൊണ്ട് ഹെൻഡേഴ്സൺ അലക്സാണ്ടറിന് പാസ് കൊടുക്കുകയാണ്. അലക്സാണ്ടറിന് അവിടെ ഒരു പ്രഷറും ഇല്ല. അപ്പോൾ അലക്സാണ്ടർ അവിടെ നിന്നുകൊണ്ട് ഒരു ഡീപ്പായിട്ടുള്ള ഒരു ക്രോസ് കൊടുക്കുകയാണ്. കാരണം അവരുടെ 3 താരങ്ങൾ അവിടെ അവൈലബിൾ ആണ് അറ്റാക്ക് ചെയ്യാൻ വേണ്ടി. പക്ഷേ ആ ക്രോസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോളായിട്ട് വരികയാണ്. ശരിക്കും ഒരു ഗോൾ വന്നു കഴിഞ്ഞാൽ പിന്നെ അതിൽ കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത് അല്ലേ? അത്രയും ഒരു രീതിയിലുള്ള ഒരു ഗെയിം പ്ലാനാണ് ഇവർ 3 പേര് നടത്തുന്നതെന്നുള്ളതാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 മിഡ്ഫീൽഡേഴ്സാണ് ശരിക്കും ഈ ലിവർപൂളിൻ്റെ വലിയൊരു സ്ട്രക്ചറിൻ്റെ ഒരു ബാക്ക് ബോൺ എന്ന് നമുക്ക് പറയാം. കാരണം ഫെർമിഞ്ഞയാണ് അറ്റാക്കിങ്ങിന് ഗ്ലൂ ചെയ്ത് നിർത്തുന്നതെങ്കിൽ ഈ രണ്ട് മിഡ്ഫീൽഡേഴ്സ് വിഞ്ഞാൾഡോ അതേപോലെ ഹെൻഡേഴ്സണും ആണ് ഇതിൻ്റെ എൻജിൻ എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ അടുത്ത 2 പ്ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിങ് ബാക്കുകളാണ്. അതിൽ ഒന്നാമത്തെ ലെഫ്റ്റിൽ നിൽക്കുന്നത് റോബർട്ട്സണും റൈറ്റിൽ നിൽക്കുന്ന അർണോൾഡും ആണ്. ഈ 2 വിങ് ബാക്കുകൾ നമുക്ക് ഒരു സംശയമില്ല, ഇവർ തന്നെയാണ് ഇപ്പോഴത്തെ ലോകത്തിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് വിങ് പ്ലേയേഴ്സായിട്ട് നമുക്ക് പറയാവുന്ന 2 താരങ്ങളാണ് ഇവർ രണ്ടുപേരും. ഈ 2 വിങ് ബാക്കുകളുടെ കോൺട്രിബ്യൂഷൻ്റെ വില മനസ്സിലാക്കണമെങ്കിൽ ഇവർ രണ്ടുപേരുടെ അസിസ്റ്റിൻ്റെ കണക്ക് മാത്രം നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇവർ എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്. രണ്ടുപേരും അറ്റാക്കിന് സപ്പോർട്ട് ചെയ്യുന്നവരാണ്. അതുകൂടാതെ തന്നെ രണ്ടുപേർക്കുള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടുപേരും സ്റ്റാമിന വളരെ അധികം ഉള്ളതാണ്. കാരണം ഒരേ സമയം ഡിഫൻസിലും അറ്റാക്കിങ്ങിലും, അതായത് അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡിഫൻസിലെത്താൻ ഇവർക്ക് വളരെ നല്ലൊരു കഴിവുണ്ട്. അത് ഇവർ നല്ല രീതിയിലാണ് അത് ക്ലോപ്പ് യൂട്ടിലൈസ് ചെയ്യുന്നതും. പിന്നെ അതുകൂടാതെ തന്നെ ക്ലോപ്പ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കൊരു ഡീപ്പായിട്ടുള്ള എയർലി വിപ്ഡ് ക്രോസ്, അതായത് ഈ കുറച്ച് ഡി ബോക്സിന് കുറച്ച് വെളിയിൽ നിന്നുകൊണ്ട് എന്നാൽ ഒത്തിരി സൈഡ് ലൈനിൽ നിൽക്കാതെ തന്നെ അവിടെ നിന്നോ അങ്ങനത്തെ ഒരു പൊസിഷനിൽ നിന്നുകൊണ്ട് ഡി ബോക്സിനകത്തോട്ട് കുറച്ചുകൂടി ഡീപ്പായിട്ടുള്ളൊരു ക്രോസ് കൊടുക്കുക. അതായത് ഒരു മറ്റേ പോസ്റ്റ് നിയർ പോസ്റ്റ് അല്ല ഫാർ പോസ്റ്റ് എൻഡിലോട്ടുള്ള ഒരു ക്രോസ് കൊടുക്കുകയും ആ ഒരു ക്രോസിൽ നിന്ന് ഗോൾ കണ്ടെത്താനും നോക്കും. കാരണം ഇങ്ങനത്തെ ക്രോസുകൾ ശരിക്കും പറഞ്ഞാൽ നല്ല ഹൈറ്റുള്ള ഡിഫൻഡേഴ്സിന് പോലും ഒപ്പണൻറ്റ് ഡിഫൻഡറിന് പോലും കുറച്ചൊന്ന് പ്രയാസമായിരിക്കും ഇങ്ങനത്തെ ക്രോസുകൾ എക്സിക്യൂട്ട് ചെയ്യാൻ. അതിൽ ഇവർക്ക് നല്ല മികച്ച കഴിവുണ്ടെന്നുള്ള കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള ഒരു ധാരണയുണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ ഈ 2 വിങ് ബാക്കുകളുടെ അസിസ്റ്റ് ചെയ്യാൻ മാത്രം അല്ലെങ്കിൽ ക്രോസ് ചെയ്യാൻ മാത്രമല്ല ക്ലോപ്പ് ഇവർക്ക് വലിയൊരു സ്വാതന്ത്ര്യം ഷോട്ട് കൊടുക്കാനും ഗോൾ അതിൽ നിന്ന് നേടാനും ഉള്ള സ്വാതന്ത്ര്യം കൊടുത്തിട്ടുണ്ട്. ഇവർ രണ്ടുപേരും നല്ല രീതിയിലുള്ള ഒരു ഗോൾ കോൺട്രിബ്യൂഷനും കൊടുക്കുന്നു ഉള്ളത് തന്നെ ഇവരെ കൂടുതൽ ഡേഞ്ചർ ആക്കുന്നു എന്നുള്ളതാണ്. ഇനി ഹൊറിസോണ്ടലായിട്ട് ഡിഫൻസ് ലൈന് പുറകിലോട്ടുള്ള ഒരു പാസ് കൊടുക്കുന്നതിലും ഇവർ മികച്ചതാണ്. അതുകൂടാതെ തന്നെ രണ്ടുപേർക്കും പൊസിഷനിങ് വളരെ നല്ലതായിട്ട് അറിവും ഉള്ള ഒരു 2 പേരാണ്
രീതിയിലാണ്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഒരാൾ ക്രോസ് കൊടുക്കുമ്പോൾ അർണോൾഡാണ് റൈറ്റിൽ നിന്ന് ക്രോസ് കൊടുക്കുമ്പോൾ ലെഫ്റ്റിൽ അതിനനുസരിച്ച് പൊസിഷൻ ചെയ്യാൻ ഇവർക്കറിയാം. അതായത് ഒരു പൊസിഷൻ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്രോസ് എടുത്ത് അതൊരു അറ്റാക്കിംഗ് ആയിട്ട് കൺവേർട്ട് ചെയ്യുകയാണോ അവിടെ ഉത്തമം, അതോ അതൊരു സെക്കൻഡ് ബോളോ അല്ലെങ്കിൽ മറ്റൊരു സെക്കൻഡ് ബോളായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുമോ? ഇനി അതല്ല ഇത് രണ്ടും ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒപ്പണൻ്റെ പന്ത് കിട്ടി കഴിഞ്ഞാൽ ഒരു കൗണ്ടർ അറ്റാക്കിങ് സ്റ്റോപ്പ് ചെയ്യാൻ നിൽക്കണോ? ഇതിനനുസരിച്ചുള്ള ഒരു പൊസിഷനിങ് ആയിരിക്കും അവർ അവിടെ നിൽക്കുക എന്നുള്ളതാണ് ഇവരുടെ ഏറ്റവും വലിയൊരു പൊസിഷനിങ് സ്കിൽ. അതുകൂടാതെ തന്നെ സാലയും മാനയും രണ്ടുപേർക്കും കട്ട് ഇൻസൈഡ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവർക്ക് കുറച്ചുകൂടി ഓവർലാപ്പ് ചെയ്ത് റൺ ചെയ്ത് രണ്ട് വിങ്ങും നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാൻ ഇവർക്ക് സഹായിക്കുന്നുണ്ട്. ഇനി മറ്റൊരു താരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫെർമിഞ്ഞോ ആണ്. മാസ്റ്റർ ഓഫ് സ്പേസ് എന്ന് പറയേണ്ടി വരും. കാരണം ഒരു ഫാൾസ് നയനിൽ കളിക്കുന്ന ഒരു താരമാണ്. എന്താണ് ഒരു ഫാൾസ് നയൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സെൻറ്റർ ഫോർവേഡ് എന്ന് പറഞ്ഞാൽ അതായത് 4-3-2-1 പോലത്തെ ഒരു പൊസിഷനകത്ത് എന്ന് പറഞ്ഞാൽ ഒരു സെൻറ്റർ ഫോർവേഡ് താരമായിരിക്കും ഫ്രണ്ട് ഇരിക്കുന്നത്. പക്ഷേ ഈ സെൻറ്റർ ഫോർവേഡ് താരത്തിന് 2 സെൻറ്റർ ബാക്ക് ആയിരിക്കും എപ്പോഴും പ്രഷർ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ കുറച്ചുകൂടെ വിഡ്രോ ചെയ്ത് കുറച്ചുകൂടെ ഇങ്ങോട്ട് ഇറങ്ങി നിന്നിട്ട് സൈഡിൽ നിൽക്കുന്ന 2 പേർക്ക് ഇവിടെ കയറി കളിക്കാൻ വേണ്ടിയുള്ളൊരു സ്പേസ് ഉണ്ടാക്കുക. അതായത് ഈ ഇറങ്ങുമ്പോഴത്തേക്കും 2 സെൻറ്റർ ബാക്ക് അവർ മുന്നോട്ട് വരും. പക്ഷേ നിങ്ങൾക്കറിയാം ഇപ്പോഴത്തെ സെൻറ്റർ ബാക്ക് എന്ന് പറഞ്ഞാൽ അവർ മണ്ടന്മാരൊന്നുമല്ല. അപ്പോൾ അവരെ അത്രയും രീതിയിൽ അട്രാക്റ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് അത്രയും രീതിയിൽ പ്രഷർ ഫീൽ ചെയ്യിക്കണം. അപ്പോൾ ഈ പ്രഷർ ഫീൽ ചെയ്യിക്കണമെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു പൊസിഷനിങ് സ്കില്ല് സ്വായത്തമാക്കണം. അപ്പോൾ ഒരു പൊസിഷനിങ് സ്കില്ല് പ്ലസ് ഏതെങ്കിലും അവസരത്തിലുള്ള ഒരു ഷോട്ട് നോക്കുകയാണെങ്കിൽ ഷോട്ട് പ്ലസ് അസിസ്റ്റ് കൊടുക്കുക, 2 വിങ്ങിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്ത് അത് വിങ്ങിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് അതിൽ നിന്ന് ടീമിന് ക്രിയേറ്റീവ് ചാൻസസ് ക്രിയേറ്റ് ചെയ്യും. ഇതൊക്കെയാണ് ഫാൾസ് നയൻ്റെ ഡ്യൂട്ടീസ്. ഇതെല്ലാം വ്യക്തമായിട്ട് നടപ്പിലാക്കുന്ന ഒരു താരമാണ് ഫെർമിഞ്ഞോ. ഇദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡിസിഷനിങ് സ്കില്ലും പൊസിഷനിങ്ങുമാണ്. ഒരു ഗോൾസിൻ്റെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചിലപ്പം ഇദ്ദേഹത്തിന് മറ്റു 2 സ്ട്രൈക്കേഴ്സിൻ്റെ അത്രയും ഗോൾസ് കാണത്തില്ല. പക്ഷേ ഇദ്ദേഹമാണ് ഇവർക്ക് 2 പേർക്കും ഗോൾസ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഏറ്റവും പ്രധാനപ്പെട്ട താരം എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഇതിനകത്ത് നമുക്കൊരു എക്സാമ്പിളായിട്ട് നോക്കുവാണെങ്കിൽ അദ്ദേഹം നിൽക്കുന്ന ഒരു പൊസിഷനിങ് നമ്മൾ നോക്കുവാണെങ്കിൽ ഒരേ സമയത്ത് വിങ്ങിന് ഫീഡ് ചെയ്യാവുന്നതും അതേപോലെ തന്നെ അറ്റാക്കിങ്ങിന് ഫീഡ് ചെയ്യുന്ന രീതിയിലാണ് അദ്ദേഹത്തിൻ്റെ പൊസിഷനിങ് നമുക്ക് മനസ്സിലാക്കാം. ഇനി അതുകൂടാതെ തന്നെ പ്രസ്സിങ്ങിന് ഇദ്ദേഹം വലിയ രീതിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് ആണ് ലിവർപൂളിന് കൊടുക്കുന്നത്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹമാണ് ആ ഒരു പ്രസ്സിങ് ലീഡ് ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ചിത്രത്തിൽ നിന്ന് വ്യക്തമാവും. പിന്നെ അതുകൂടാതെ ഈ ഏത് സമയത്തും ഒരു ഓപ്പർച്യൂണിറ്റി ക്രിയേറ്റ് ചെയ്ത് കൺവേർട്ട് ചെയ്യാനുള്ള ഒരു കഴിവ് അദ്ദേഹത്തിനുണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ ആ ഒരു നിങ്ങൾക്ക് കാണാൻ സാധിക്കും അദ്ദേഹത്തിന് മൾട്ടിപ്പിൾ ഓഫ് ഓപ്ഷൻസ് ആയിരിക്കും. അദ്ദേഹം ഒരു പന്ത് ലഭിച്ചു കഴിഞ്ഞാൽ ഇടത്തേക്ക് കൊടുക്കണോ വലത്തോട്ട് കൊടുക്കണോ നടുക്ക് കൊടുക്കണോ എന്നുള്ളൊരു മൾട്ടിപ്പിൾ ഓപ്ഷൻസ് അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹത്തിൻ്റെ ടീംമേറ്റ്സ് അത് നൽകുന്നുണ്ട്. അതേപോലെ അദ്ദേഹത്തിന് അതിനനുസരിച്ചുള്ള ഒരു ഡിസിഷൻ സ്കിൽ ഏതാണ് ഏറ്റവും അനുയോജ്യം എന്നുള്ളത് അദ്ദേഹം തന്നെ തിരഞ്ഞെടുക്കുന്നതാണ്. അതിനനുസരിച്ചുള്ളൊരു പൊസിഷനിലായിരിക്കും അദ്ദേഹം എപ്പോഴും നിൽക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. പിന്നെ ഇദ്ദേഹം കാരണമാണ് ശരിക്കും മാനയ്ക്കും സാലയ്ക്കും ഇന്നറായിട്ട് വന്ന് കളിക്കാനുള്ള ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കുന്നത്. എനിക്ക് തോന്നുന്നത് ഒരു ഫാൾസ് നയനിൽ ഇതേപോലത്തെ ഒരു പൊസിഷൻ അതായത് മറ്റുള്ള 2 പേർക്ക് അത്രയും സപ്പോർട്ടീവായിട്ട് അതേപോലെ തന്നെ ഒരു ഡിസിഷൻ മേക്കിംഗ് നടത്തുന്നതിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഒരു പൊസിഷൻ കൈകാര്യം ചെയ്യുന്നതിൽ ഏറ്റവും ബെസ്റ്റ് വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ എന്ന് നമുക്ക് പറയാം ഫെർമിഞ്ഞോയെ കുറിച്ച് പറയുകയാണെങ്കിൽ. ഇനി നമ്മൾ അവസാനമായിട്ട് 2 പേര് പറയണമെന്ന് അറിയാം മാനയും സാലയാണ്. കാരണം മാനയും സാലയെ കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാലോ അവരുടെ ഗോള് മാത്രം നോക്കിയാൽ മതി അവരുടെ കോൺട്രിബ്യൂഷൻ മനസ്സിലാക്കാൻ. ഇവർ 2 പേരും വേൾഡ് ക്ലാസ് അറ്റാക്കേഴ്സായിട്ട് മാറിയിരിക്കുകയാണ്. കാരണം ഇന്നറിൽ വന്ന് അറ്റാക്ക് ചെയ്യുന്ന ഏറ്റവും ബെസ്റ്റ് അറ്റാക്കേഴ്സാണ് ഇവർ. ഈ ടീമിൻ്റെ ഏറ്റവും വലിയ ഒരു അഡ്വാൻറ്റേജ് അതായത് ഏറ്റവും അവസാനം കിട്ടേണ്ടതെന്ന് പറഞ്ഞാൽ നമുക്ക് റിസൾട്ട് ഗോളാണ്. ആ ഗോൾ കൺവേർട്ട് ചെയ്യുന്നവരാണ് ഇവർ 2 പേര്. ഇവർ 2 പേരും ഇൻവേർഡായിട്ട് കളിക്കുന്നതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടി നാരമായിട്ടായിരിക്കും ഇവരുടെ ഒരു അറ്റാക്കിംഗ് ബിൽഡപ്പ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ അതുകൂടാതെ തന്നെ ഇവർ ഒരു സ്പേസ് വിങ് ബാക്കിന് കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആ ഒരു സപ്പോർട്ടിങ് അതായത് വിങ് ബാക്ക് കയറി വരുമ്പോൾ ഇന്നറായിട്ട് പോകേണ്ടതെന്നുള്ള ഒരു പൊസിഷനിങ് സ്കിൽസ് ഇവർക്കുണ്ട്. അതുകൂടാതെ തന്നെ ഒരു ഔട്ട് ഓഫ് പൊസിഷനിൽ നിൽക്കുമ്പോൾ ഇവർ ഒപ്പണൻറ്റിൻ്റെ ഫുൾ ബാക്സിനായിരിക്കും ഇവർ പ്രഷർ ചെയ്യുന്നത്. അതേസമയം ഫെർമിഞ്ഞോ ആണെങ്കിൽ സെൻട്രൽ ബാക്സിനാണ് പ്രഷർ ചെയ്യുന്നത്. അപ്പോൾ ഈ സാലയും മാനയും തമ്മിലുള്ള ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവർ ഹാഫ് സ്പേസ് യൂട്ടിലൈസ് ചെയ്താണ് അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹാഫ് സ്പേസ് എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങളൊരു ഫീൽഡിൻ്റെ നിങ്ങൾ അതിൽ 5 കുറുകെ നിങ്ങൾ ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും സെൻറ്ററിൽ നിന്ന് വിങ്ങിൽ സെൻറ്ററിനും ഇടയിലുള്ള ഒരു സ്പേസ് ഉണ്ട്. ഈ സ്പേസാണ് ഹാഫ് സ്പേസ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ഒരു ഹാഫ് സ്പേസിൽ നിൽക്കുന്ന 2 താരങ്ങൾ അല്ലെങ്കിൽ ഒരു താരം എന്ന് പറഞ്ഞാൽ ഇവർക്ക് ഒരേപോലെ തന്നെ വിങ്ങിൽ പാസ് ചെയ്യാനും സെൻറ്ററിൽ പാസ് ചെയ്യാനും സാധിക്കും. ഇതേസമയം സെൻറ്ററിൽ നിൽക്കുന്ന ആൾക്കാണെങ്കിൽ വിങ്ങിലോട്ട് പാസ് സക്സസ്ഫുൾ ആവാനുള്ള പ്രഷർ കൂടുതലായിരിക്കും കാരണം കുറേ താരങ്ങളുണ്ട്. പക്ഷേ ഹാഫ് സ്പേസ് നിൽക്കുന്ന ഒരു താരത്തിന് രണ്ടും ഒരേപോലെ
സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ലിവർപൂൾ ശരിക്കും പറഞ്ഞാൽ ഈ ഹാഫ് സ്പേസിനുള്ള അറ്റാക്കാണ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുന്നത്. അതിൽ രണ്ടുപേര്, അതായത് ഈ വിങ് ബാക്കുകൾ അവരുടെ രണ്ട് വിങ്ങിലോട്ട് കയറി പോകുമ്പോൾ ഹാഫ് സ്പേസിൽ നിന്നുകൊണ്ടാണ് സാലയും മാനയും അവർ അറ്റാക്കിങ് നിയന്ത്രണങ്ങൾ പുറത്തെടുക്കുന്നതെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ലിവർപൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനമായിട്ട് അവർ ചെയ്യുന്നത് ഗഗൻ പ്രസ്സിങ്ങും ഹാഫ് സ്പേസ് അറ്റാക്കിങ്ങും അതേപോലെ തന്നെ ഫാൾസ് നയൻ്റെ ഉപയോഗവുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ലിവർപൂളിൻ്റെ ഒരു ടാക്ടിക്കലായിട്ടുള്ള രീതിയിൽ നമ്മൾ പറയുകയാണെങ്കിൽ. ഇവരുടെ കുറേ ടൈപ്സ് ഓഫ് അറ്റാക്കിംഗ് രീതിയുണ്ട്, പക്ഷേ നമ്മൾ ജനറൽ ആയിട്ടുള്ളത് മാത്രമേ കവറപ്പ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയ്ക്ക് നിങ്ങൾക്ക് നല്ല സപ്പോർട്ടായി തന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വീണ്ടും സപ്പോർട്ട് ചെയ്യുക. മാക്സിമം ആൾക്കാരുടെ അടുത്ത് നിങ്ങൾ ഫ്രണ്ട്സുമായിട്ടൊക്കെ ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം, സൈനിങ് ഓഫ്.